ഇനി തിരികെ ആറ്റുകാൽ വിശേഷങ്ങളിലേക്കാണ്. ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്നാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങൾ. കൃത്യം രാവിലെ 9:45 തന്നെ പുണ്യാഹത്തോടെ തന്നെ ഈ പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കും. എന്തായാലും സമഗ്ര വിശേഷങ്ങളൊക്കെ തന്നെ പോവാം. ഇപ്പോൾ ഷീജ തയ്യാറായിട്ടുണ്ട്. ഷീജ, എന്താണ് ഇപ്പോൾ നിലവിലെ കാഴ്ച? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടു, വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കാണ് തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. തീർച്ചയായും അതിലേതായാലും പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അതിന് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. കൃത്യം 9:45 ആകുമ്പോൾ ഇവിടെ ക്ഷേത്രത്തിന് മുന്നിൽ എനിക്ക് മുന്നിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ക്ഷേത്രത്തിന് മുന്നിൽ തയ്യാറാക്കിയിട്ടുള്ള പണ്ടാര അടുപ്പ് ഇവിടെ ഈ പ്രദേശത്താകെ 9:45 9:45 ആകുമ്പോഴേക്കും ശുദ്ധ പുണ്യാഹം തെളിക്കുന്നതായിരിക്കും. ഇതോടുകൂടിയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. ഇതിപ്പോൾ നിലവിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം, കണ്ണകി പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ഭാഗം തോറ്റംപാട്ടുകാർ പാടി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത ചടങ്ങ്, ഈ പുണ്യാഹം തളിക്കുന്ന ചടങ്ങ് ആരംഭിക്കുക. 9:45 തന്നെ ഇത് ആരംഭിക്കുന്നതായിരിക്കും ഈ ചടങ്ങ്. അതിനുശേഷം കൃത്യം 10:15 ക്ഷേത്രത്തിന് മുന്നിൽ തയ്യാറാക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിലേക്ക് തീ പകരുക. ഇത് ഇവിടത്തേക്ക് തീ പകരുന്നത് ക്ഷേത്രത്തിനുള്ളിൽ മേൽശാന്തി അവിടെ അകത്ത് ശ്രീകോവിലിൽ ദീപം തെളിയിക്കുന്നതായിരിക്കും. അതിനുശേഷം സഹമേൽശാന്തിക്ക് ദീപം കൈമാറും. സഹമേൽശാന്തി ക്ഷേത്രത്തിനുള്ളിലെ വലിയ തിടപ്പള്ളിയിൽ ദീപം തെളിയിച്ചതിനു ശേഷമായിരിക്കും പിന്നീട് ക്ഷേത്രത്തിന് മുന്നിൽ സജ്ജമാക്കിയിട്ടുള്ള ഈ പണ്ടാര അടുപ്പിലേക്ക് തീ പകരുക. ഇവിടെ തീ പകരുന്ന അതേ സമയത്ത് തന്നെ അനന്തപുരിയിൽ പൊങ്കാലയിടുവാൻ വേണ്ടി എത്തിയിട്ടുള്ള ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ സ്ത്രീകളുടെ പൊങ്കാല അടുപ്പുകളിലേക്ക് ആ തീ പകരുന്നതായിരിക്കും. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി അതാത് പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അറിയിപ്പ് കൃത്യമായി എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ 10:15 തന്നെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. പിന്നീട് നമ്മൾക്ക് കാണാൻ സാധിക്കുക തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത്, അതായത് ഈ ആറ്റുകാൽ ക്ഷേത്രവും ഇതിന് 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളും ആകെ ഒരു യാഗശാലയായി മാറുന്നൊരു കാഴ്ചയാകും പിന്നീട് നമുക്ക് മുന്നിൽ ഉണ്ടാകുക. പിന്നീട് ക്ഷേത്രത്തിൽ ഒരു ദർശനം ആ സമയത്ത് കുറവായിരിക്കും. ഇപ്പോഴും ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തിരക്ക് ഇവിടെ ക്ഷേത്രത്തിൽ കൂടുതൽ തന്നെയാണ്. പുലർച്ചെ മുതൽ ആരംഭിച്ച തിരക്കാണ് ഇപ്പോഴും ആ രീതിയിൽ തന്നെ തുടരുന്നു. പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത് വരെയും ക്ഷേത്ര ദർശനം ഉണ്ടായിരിക്കും. അതിനുശേഷം അവർ ദേവിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ ഒരു തിരക്കിലായിരിക്കും. വിവിധ വിഭവങ്ങളായിരിക്കും, പൊങ്കാല പായസമായും മണ്ടപ്പുറ്റായും തെരളിയായും ഒക്കെ വിവിധ വിഭവങ്ങളായിരിക്കും ഈ ഭക്തർ അമ്മയ്ക്ക് വേണ്ടി ഒരുക്കുക. അതിനുശേഷം അത് തയ്യാറാക്കി പിന്നീട് ഒരു കാത്തിരിപ്പ് ഈ പൊങ്കാല നിവേദ്യത്തിന് വേണ്ടിയിട്ടാണ്. പൊങ്കാല നിവേദ്യം 1:15 പൊങ്കാല നിവേദ്യം തളിക്കുക. അതും ഈ ക്ഷേത്രത്തിന് മുന്നിൽ തയ്യാറാക്കിയിട്ടുള്ള പണ്ടാര അടുപ്പിലായിരിക്കും ആദ്യം നിവേദ്യം തളിക്കുക. അതിനുശേഷമായിരിക്കും ഈ ഇവിടെ തളിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ ലക്ഷോപലക്ഷം പണ്ടാരടുപ്പിൽ നിന്ന് ഈ മറ്റ് അടുപ്പുകളിലേക്കും ഈ പൊങ്കാല നിവേദ്യം തളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിന് പ്രത്യേകമായി തന്നെ ശാന്തിമാരെയും നിയോഗിച്ചിട്ടുണ്ട്. അത് പല പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് അവരെ വിന്യസിച്ചിട്ടുള്ളത്. അവർ കൃത്യമായ രീതിയിൽ ഇവിടുത്തെ തളിക്കുന്ന അതേ സമയത്ത് തന്നെ അവരുടെ എല്ലാ അടുപ്പുകളിലേക്കും തളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇതിനകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ക്ഷേത്രത്തിൽ വിശിഷ്ട അതിഥികൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മന്ത്രിമാരായ VN വാസവൻ, അതോടൊപ്പം തന്നെ GR അനിൽ, മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ, MLA ആന്റണി രാജു അടക്കമുള്ളവർ ഇതിനകം തന്നെ ഇവിടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവസാനവട്ട ഒരുക്കങ്ങൾ പോലീസുമായൊക്കെ കൂടി ആലോചിച്ച് അവർ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ എന്നുള്ളത് ഉറപ്പാക്കുക കൂടിയാണ്. ഏതായാലും അല്പസമയത്തിനകം അവർ കൂടി ഇങ്ങോട്ടേക്ക് ഈ പണ്ടാര അടുപ്പിന് അടുത്തേക്ക് എത്തുന്നതായിരിക്കും. ഈ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നവർക്കായിരിക്കും അവർ ഇങ്ങോട്ടേക്ക് എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അതിനായി ഈ ഒരു പൊങ്കാല ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നത് വീണ്ടും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ചും ഈ ഒരു പൊങ്കാല മഹോത്സവം എന്ന് പറയുന്നത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അതിൽ 9ാമത്തെ ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം വരുന്നത്. ഇന്നത്തെ ഈ പൊങ്കാല കൂടി പൂർത്തിയായതിനു ശേഷം നാളെയോടുകൂടിയായിരിക്കും പൊങ്കാല മഹോത്സവം സമാപിക്കുക. പക്ഷേ ഈ ഒരു പൊങ്കാല ദിവസത്തിന് വേണ്ടിയിട്ടുള്ള സ്ത്രീകളുടെ, അത് കേരളത്തിൽ തിരുവനന്തപുരം ജില്ല എന്നുള്ളതല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ളവരും ഈ പൊങ്കാല ഇടുന്നതിന് വേണ്ടി ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തു നിന്നും ഇങ്ങോട്ടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നു, സ്ത്രീകൾ ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഈ ഒരു പൊങ്കാല മഹോത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നുള്ളൊരു ചുരുക്കപ്പേരിൽ കൂടിയാണ് ആറ്റുകാൽ അറിയപ്പെടുന്നത്.
കാരണം ഈ പൊങ്കാല മഹോത്സവത്തിന് വേണ്ടി അത്രത്തോളം സ്ത്രീജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവർക്ക് കൃത്യമായ രീതിയിൽ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും സർക്കാരും നഗരസഭയും ജില്ലാ ഭരണകൂടവും ചേർന്ന് സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം അത് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയാണ് ഈ ഒരു പൊങ്കാല മഹോത്സവം ഈ രീതിയിൽ സുഗമമായ രീതിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഭക്തർക്ക് ഉണ്ടാകാത്ത തരത്തിൽ ക്രമീകരിക്കാൻ സാധിക്കുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ആ രീതിയിലുള്ള ഏകോപിപ്പിച്ചിട്ടുള്ള വിവിധ വകുപ്പുകളുടെ ഏകോപിപ്പിച്ചിട്ടുള്ള ഈ ഒരു പ്രവർത്തനം തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിര